വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു വലിയ ആക്രമണം ഒമാൻ ഗൾഫിൽ നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഒമാൻ ഉൾക്കടലിൽ ഒരു പ്രധാന സൈനിക നടപടി അമേരിക്കയാണ് നടത്തിയത്. ഇറാനിയൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന ഗാംബിയൻ പതാകയിലുള്ള വാണിജ്യ കപ്പൽ US സൈന്യം തടഞ്ഞു നിർത്തി പ്രവർത്തനരഹിതമാക്കിയെന്നാണ് പല മാധ്യമങ്ങളും കൊടുക്കുന്നത്. പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് പ്രവർത്തനരഹിതമാക്കിയതല്ല, കൃത്യമായി അതിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. US സെൻട്രൽ കമാൻഡ് സെൻകോം നൽകിയ ഔദ്യോഗിക വിവരമനുസരിച്ച് MV ലിയാൻ സ്റ്റാർ എന്ന് പേരിട്ടിരിക്കുന്ന കപ്പൽ അന്താരാഷ്ട്ര ജലാശയത്തിൽ ഒമാൻ ഉൾക്കടൽ വഴി ഇറാനിയൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ 20 തവണയിൽ കൂടുതൽ ഇവർ ആ കപ്പലിന് മുന്നറിയിപ്പ് നൽകി എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ അതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, പോകരുത്. എന്നിട്ടും ഇവർ മുന്നിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ത്വര കാണിച്ചപ്പോഴാണ് ആക്രമണം നടത്തേണ്ടി വന്നത് എന്നാണ് US പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു AI ഇമേജും ഒരു പോസ്റ്റും ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ ഈ ചർച്ചകളൊക്കെ ചീറ്റിപ്പോയി എന്ന് ഏകദേശം മാധ്യമങ്ങൾ ഉറപ്പിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അമേരിക്കയുടെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇറാൻ പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇറാനാണ് ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾക്ക് അമേരിക്ക അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇറാൻ പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ലോകത്തിന്റെ ഒരു പൊതുക്രമം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണോ ഇതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയാനായിട്ടുള്ള കാരണം, യൂറോപ്പിലെ വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. വിജയേട്ടൻ അറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ യൂറോപ്പിലെ നാറ്റോ പ്രവർത്തനരഹിതമാകുകയാണെങ്കിൽ അവരൊരു പ്ലാൻ ബി തയ്യാറാക്കി റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചൈന അമേരിക്ക തങ്ങളുടെ രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ, തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ, ആ ആണവ ആയുധങ്ങളും ആണവ യുറേനിയം അടക്കമുള്ളവ മാറ്റാനായിട്ട് ആണവ കേന്ദ്രങ്ങൾക്കടുത്ത് സൈനിക താവളങ്ങൾ പണിയുന്നു, വിമാനത്താവളങ്ങൾ പണിയുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു റിപ്പോർട്ടായിട്ട് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയില്ല. അത് ചൈന അങ്ങനെ അവർ അതിനകത്ത് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മുടെ രാജ്യമാണെങ്കിൽ ഇന്നലെ കരസേനാ മേധാവി എന്ന് പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉടനെ തന്നെ ഉണ്ടാകും, അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, റഷ്യ ഇപ്പോൾ താലിബാനുമായി ചേർന്ന് വലിയൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അപ്പൊ ലോകം രാജ്യങ്ങൾ മുഴുവനും എന്തിനോ വേണ്ടി തയ്യാറാകുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. അതിന്റെ ഒരു സൂചനയായിട്ടാണ് ഈ ഒരു നിശബ്ദതയെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഇന്നലെ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞു LPG സംഭരിക്കണം, ഇനി LPG വേസ്റ്റ് ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. നേരത്തെ LNG ആയിരുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇതിൽ ഭയാനകരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമല്ലാതെ മറ്റെന്താണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളും ഇതേ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? കഴിഞ്ഞ ദിവസം നോർവേയിലെത്തിയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. പക്ഷെ അത് എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഈ പതിറ്റാണ്ട് സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാണ്. അദ്ദേഹം പറഞ്ഞ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, യുദ്ധം മാത്രമല്ല സംഘർഷം. ഇപ്പോൾ ഇന്നലത്തെ ചില ശാസ്ത്രജ്ഞന്മാരുടെ വെളിപ്പെടുത്തൽ പ്രകാരം നമ്മുടെ രാജ്യത്ത് ഈ വർഷം പകുതിയോടുകൂടി ഭയങ്കരമായ വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ കൃഷിനാശം വലിയ രീതിയിൽ ഉണ്ടാകും. ഈ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റു ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, ലോകം ഇതേ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇതേപോലെ 6 മാസം കൂടെ നിന്നാൽ, അതായത് ഈ ഇയറിന്റെ മിഡ് ടൈം വരെ നിന്ന് കഴിഞ്ഞാൽ ലോകത്ത് പണ്ട് നമ്മുടെ കോവിഡ് വന്ന സ്ഥിതിയിലേക്ക് പല രാജ്യങ്ങളും പോകും. പക്ഷെ അവിടെ നമുക്കൊരു ആശ്വാസമുണ്ട്, ഇന്ത്യ അതിൽ നിന്ന് കരകയറുമെന്ന് അവർ പറയുന്നുണ്ട്. അതിനവർ പറയുന്ന കാര്യം, ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയുണ്ട്. ആ വിപണി ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് വലിയ കോട്ടം തട്ടില്ല എന്നവർ പറയുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇന്നലെ വന്നിട്ട് 2 വാർത്ത. ഇപ്പൊ ധനുഷ് പറഞ്ഞു, ഈ ഒരു AI ശ്രീ ട്രംപ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു, ഒരു ചിത്രം. അതില് അദ്ദേഹം ഒരു സൈനിക വേഷത്തിൽ നിൽക്കുന്നു, അദ്ദേഹത്തിന് തലയ്ക്ക് മുകളിൽ കൂടി യുദ്ധവിമാനം പറക്കുന്നു. പിന്നെ പ്രക്ഷുബ്ധമായ കടലിലൂടെ ഈ US പതാക വഹിക്കുന്ന 2 വാർഷിപ്പുകൾ പോകുന്ന പടമാണ്. എന്നിട്ട് അതിന് താഴെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നിങ്ങളെ ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇല്ലാതാകും എന്നൊരു മുന്നറിയിപ്പോടെ അതിന് താഴെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഒമാന്റെ മാരിടൈം സെന്റർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഒമാന്റെ തീരങ്ങളിൽ മൈനുകൾ കണ്ടു എന്നാണ് അവർ പറയുന്നത്. ഇറാൻ മൈനുകൾ വിതറി തുടങ്ങിയിരിക്കുന്നു, മൈനുകൾ പാകി തുടങ്ങിയിരിക്കുന്നു എന്നൊരു ഒരു മുന്നറിയിപ്പാണ് ഒമാൻ നൽകിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഉള്ള പല ഷിപ്പുകളും ഈ ഒമാൻ തീരത്ത്, കാരണം ഒമാൻ തീരം പൊതുവെ ശാന്തമാണ്, അവിടെ വലിയ സംഘർഷമില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു തീരം പിടിച്ചു പോകുന്നതുകൊണ്ട് അത്തരം ഷിപ്പുകൾ ജാഗ്രത പാലിക്കുക, ഞങ്ങളിപ്പോൾ മൈനുകൾ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. അതായത് മൈനുകൾ ഹോർമുസിൽ ഉടനീളമുണ്ട്. ഈ അമേരിക്ക കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് ഹോർമുസിൽ മൈനുകളുണ്ട്
അത് നീക്കം ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പൊ അത് ഒമാന്റെ തീരത്തേക്കും കൂടി കണ്ടു എന്നാണ് മാരിടൈംസ്, അതായത് ഒമാൻ മാരിടൈംസ് സെന്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു വലിയ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ 13 ഷിപ്പുകൾ ഇപ്പോൾ ഹോർമുസിലുണ്ട്. ഒരു എണ്ണ ടാങ്കർ ഉൾപ്പെടെ, ഒരു LPG ടാങ്കർ, 3 ക്രൂഡ് ടാങ്കർ ഉൾപ്പെടെ ഇന്ത്യയുടെ 13 ഷിപ്പുകൾ ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ പുറത്തെത്തിക്കുക എന്നുള്ള നീക്കമാണ്. അപ്പൊ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശയോട് പറയുന്ന ഒരു കാര്യം, തങ്ങൾക്ക് അതിന് കഴിയും പുറത്തെത്തിക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം ഇന്ത്യ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, ഇറാനിൽ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും നമ്മുടെ എണ്ണയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല, അത് നമ്മൾ വേറൊരു വഴി കൊണ്ട്, എന്ത് വഴിയാണെന്ന് മാത്രം പറഞ്ഞില്ല, നമ്മൾ സേഫ് ആയിട്ട് വരുന്നുണ്ടെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പറയുന്നു. ഒപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യക്കാരും ഇറാനിലേക്ക് പോകരുത്. ഇനി ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരനെ എത്രയും പെട്ടെന്ന് എംബസിയുമായി ബന്ധപ്പെടുക, തിരികെ എത്താനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കുന്ന ഈ 13 ഷിപ്പുകളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. ഇറാനുമായി അത്യാവശ്യം നല്ല ബന്ധമുള്ളത് കൊണ്ടായിരിക്കണം ഹോർമസിൽ നിന്ന് വലിയ പരിക്കുകളില്ലാതെ നമ്മുടെ ഷിപ്പുകളെ പുറത്തെത്തിക്കാൻ കഴിയുന്നത്. അപ്പം അതിനുള്ള നീക്കം ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചടപട എന്നുള്ള എല്ലാ രാജ്യങ്ങളും ധൃതി പിടിച്ച് നീക്കം നടത്തുന്നത് വെച്ചാൽ, ധനുഷ് പറഞ്ഞതിലേക്ക് തന്നെ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടതായി വരും. 3ാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ പോലും യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും ആയുധം കൊണ്ട് മാത്രമല്ല, സാമ്പത്തിക തകർച്ച നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സാമ്പത്തികമായി ഒരാളെ തകർത്തിയാലും യുദ്ധം തന്നെയാണ്. ഒരുത്തനെ നമ്മൾ ഒരു ആയുധം എടുക്കാതെ, ഒരു വഴക്ക് പോലും പറയാതെ ഒരുത്തനെ സാമ്പത്തികമായി ഡൗൺ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ആയുധമില്ല. അത് യുദ്ധം, പല രീതിയിലാണ് യുദ്ധം. ഇപ്പോൾ നമ്മൾ എന്താണ്, പാകിസ്ഥാന് ഒരു അനുഭവം വിടുന്നതിനേക്കാൾ വലിയൊരു പണിയല്ലേ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സിന്ധു നദീജല കരാറ് നമ്മൾ റദ്ദ് ചെയ്തത്, അവൻ ഈ ജന്മത്തത് ഊരാൻ പറ്റൂ? അവിടെ ഇപ്പൊ ഇനിയിപ്പോ ജൂൺ ജൂലൈ അടുത്ത മാസം തൊട്ട് അവിടെ വലിയ പ്രശ്നം തുടങ്ങും, വരൾച്ച തുടങ്ങും, ഇപ്പൊ അവിടെ ഉഷ്ണം തുടങ്ങുകയാണ്, ചൂട് തുടങ്ങും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നത്. അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് LNG 30 ദിവസത്തേക്ക് സംഭരിക്കണം എന്ന് ഓയിൽ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്ത പ്രധാനമന്ത്രി ഇന്നലെ LPG കൂടി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വലിയ ഷോർട്ടേജ് രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, വാഹന നിർമ്മാതാക്കളൊക്കെ വളരെ വേഗം, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഈ ഹീറോ മോട്ടോർ കോർപ്സ് ഒരു ബൈക്ക് ഇറക്കുന്നത്, നാളെ അതിന്റെ ലോഞ്ചിങ് ആണ്. ആ ബൈക്കിന്റെ, ഈ എഥനോളിൽ ഓടുന്ന ബൈക്കിന്റെ ലോഞ്ചിങ് ആണ്. സ്പ്ലെൻഡർ ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. നമ്മളെന്താണ് ഈ വാർത്ത ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് ആദ്യത്തെ ഒരു എഥനോൾ ബൈക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ വാർത്ത തന്നെയാണത്. അപ്പൊ എല്ലാവരും പടപടാന്നുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഇൻഡക്ഷൻ കുക്കറുകളുടെ ഒരു കാലം വരാൻ പോകും. പക്ഷെ കേരളം അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം വൈദ്യുതിക്ക് വലിയ ക്ഷാമമുള്ള ഒരു സ്ഥലം, സോളാറിന് വലിയ പുരോഗതി ഒന്നും കൈവരിക്കാത്തൊരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സംസ്ഥാനം. അവിടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് അറിയില്ല. ഏതായാലും ഒരു യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. അതിനിടയിൽ ഇന്നലെ അമേരിക്ക MQ-1 എന്ന് പറയുന്ന ഒരു ഡ്രോൺ, അത് ചെറിയൊരു ഡ്രോൺ അല്ല, മിസൈൽ വാഹക ശേഷിയുള്ള ഡ്രോണാണ്. അത് ഇറാന്റെ സമുദ്രാതിർത്തി കടന്നപ്പോൾ ഇറാൻ അതിനെ വെടിവെച്ചിട്ടിരിക്കുന്നു. അതൊരു വാർത്തയാണ്. ഈ വെടിവെച്ചിട്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാന്റെ കയ്യിൽ ഇപ്പോൾ ഈ വിമാനങ്ങളെ വേദിക്കുന്ന, അല്ലെങ്കിൽ വിമാനങ്ങളെ തകർക്കുന്ന, ഈ തോളിൽ വെച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും ഉണ്ട്. ഇത് ചൈനയാണ് ഇറാന് കൊടുത്തിരിക്കുന്നത്. അത് ചൈനീസ് ഉൽപ്പന്നമാണ് ഈ സാധനം. ഇത് പക്ഷെ ഇപ്പൊ കൊടുത്തതായിരിക്കില്ല, നേരത്തെ മുതൽ തന്നെ ചൈന അവിടുന്ന് എണ്ണ കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് ആയുധങ്ങളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ ചെയ്തതാകാം. ഇതൊരു വലിയ നീക്കം, അതായത് ഒരു വലിയ അടിക്ക് മുന്നോടിയായിട്ടാണ്. കാരണം ഈ ട്രംപ് ഈ സമാധാന കരാർ എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. ട്രംപ് പറയുന്നുണ്ട് അവരിപ്പോ ഒപ്പിടും, ഇന്ന് പുള്ളി പറയുന്നത് അവർ ഒപ്പിട്ടില്ലെങ്കിൽ സർവനാശം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നത് എന്തായാലും അടി ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എങ്ങനെ, എപ്പോൾ എന്നുള്ളത് മാത്രമാണ്. എപ്പോഴെന്നുള്ളതിനും പ്രസക്തിയില്ല, ഏത് നിമിഷമാകാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചൈന വലിയൊരു തയ്യാറെടുപ്പ് നടത്തുന്നു. അത് രാജ്യം സംരക്ഷിക്കുക മാത്രമല്ല അതിന്റെ ലക്ഷ്യമാക്കുന്നത്, അവർക്ക് ഈ യുദ്ധത്തിൽ ചില റോളുകൾ വഹിക്കാനുണ്ട്. ഇപ്പോൾ അമേരിക്കയും ഇറാനും ഇനി നടക്കുന്ന യുദ്ധത്തിൽ ചൈനയ്ക്ക് ഒരു നല്ല റോൾ ഉണ്ടാവും. കാരണം ചൈനയെ സംബന്ധിച്ച് അവരുടെ ആയുധങ്ങളും ഈ മിസൈൽ ഉണ്ടാക്കാനും ഡ്രോൺ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ മാത്രമല്ല, അതിനുള്ള ഹാർഡ്വെയറുകളും കൊടുക്കുന്നത് ചൈനയാണ്. അപ്പോൾ അവർക്ക് അതിനൊരു നീക്കം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി അമേരിക്കയുടെ ഒരു കലിപ്പ് നേരിടേണ്ടി വരും. ഇതിനിടയിലാണ് റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു ആയുധ കരാർ ഒപ്പുവെച്ചിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് അത് ഗുണകരമായ ഒരു കാര്യമാണ്. ഇന്ത്യയാണ് അവരുടെ ഊർജ്ജ ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും നോക്കുന്നത്. അവിടെ ഇന്ത്യയുടെയും റഷ്യയുടെയും കൂടെ ഒരു സ്വാധീനം അഫ്ഗാനിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് പാകിസ്ഥാന്റെയും ചൈനയുടെയും അഫ്ഗാനിസ്ഥാനിലുള്ള കടന്നേറ്റത്തെ തടയിടാൻ കഴിയും. അവിടെ ഒരു ബെൽറ്റ് രൂപപ്പെടും. കാരണം നമ്മളെ സംബന്ധിച്ച് അഫ്ഗാനും കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം നാളെ നമ്മളൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കൂടി നമ്മുടെ ഭാഗത്തേക്കാണെങ്കിൽ പാകിസ്ഥാൻ കുറേയധികം ബുദ്ധിമുട്ടുന്നതായി വരും. ഇതിൽ നമ്മുടെ വേറൊരു കാര്യം ഞാൻ കാണുന്നത്, അന്ന് നമ്മളൊരു റിപ്പോർട്ട് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയായിരുന്നു. അതായത് പാകിസ്ഥാനെ സഹായിക്കുന്നത് ചൈനയാണ്. അപ്പൊ ഇനി ഓപ്പറേഷൻ സിന്ദൂർ 2.0 വന്നാലും ചൈന പാകിസ്ഥാനെ സഹായിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.
അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞാൻ വായിച്ചൊരു റിപ്പോർട്ട്, തായ്വാനുമായിട്ട് നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ തായ്വാനിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പൊ അങ്ങനെ ഒരു നീക്കം ഇന്ത്യ നടത്തുന്നുണ്ട്. തായ്വാനിൽ ഉടനെ തന്നെ ചൈന ഒരു അധിനിവേശത്തിന് കാത്തിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ എപ്പോഴും വരുന്നതാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ തായ്വാനെ രക്ഷിക്കാൻ അമേരിക്ക ഈ ഘട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ തായ്വാൻ നമ്മുടെ മിസൈലുകളും നമ്മുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, ഞാൻ വായിച്ച റിപ്പോർട്ട് ശരിയാണെങ്കിൽ അതിമാരകമായിട്ടുള്ള മിസൈലുകളാണ് തായ്വാനിലേക്ക് ഇന്ത്യ കയറ്റി അയക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഓഫ് കോഴ്സ് ആണ്. പക്ഷേ എങ്കിലും ചൈന ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സഹായിക്കുമെന്ന് കണ്ട് അതിനൊരു കൗണ്ടർ വെച്ചതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. അല്ല, ഈ തായ്വാൻ പെട്ടെന്ന് ഈ ആയുധം വാങ്ങുന്നതിന് കാരണം ഉണ്ടായിരുന്നു. അമേരിക്ക $11 ബില്യൺ ആയുധങ്ങൾ തായ്വാന് കൊടുക്കാമെന്ന് പറയുകയും ചൈനയിൽ ട്രംപ് പോയപ്പോൾ ട്രംപിനെ ഷീ ജിൻപിങ് വരട്ടുകയും ചെയ്ത് കൊടുക്കരുതെന്നും പറഞ്ഞിട്ട്. അപ്പൊ അതിനിടയിലാണ് ഈ കരാർ വന്നിരിക്കുന്നത്. അപ്പം അവർ കൊടുക്കുന്ന ആയുധമല്ല നമ്മളായിരുന്നു. ഇതിനേക്കാളും വലിയൊരു വാർത്ത വന്നിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അർമേനിയ നമ്മുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ വാങ്ങുന്നു. കാരണം അർമേനിയക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന റഷ്യയായിരുന്നു. റഷ്യക്ക് ഇപ്പൊ അത് കൊടുക്കാൻ പറ്റുന്നില്ല. അസർബൈജാൻ ആണെങ്കിൽ തുർക്കിയുടെ പാകിസ്ഥാന്റെ ആയുധമായിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തടയിടാൻ വേണ്ടി ഇന്ത്യൻ ആയുധങ്ങൾ പിനാകയൊക്കെ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്, പൃഥ്വിയൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ബ്രഹ്മോസോടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയും ഇതിനിടയ്ക്ക് ഒരു വലിയ പഴയതുപോലെയല്ല. പണ്ട് ലോകത്ത് എന്ത് സംഭവം എന്നുള്ളത്, ഇന്ത്യ അതിലൊരു സൈഡിൽ ഗ്യാലറിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇപ്പോഴതല്ല, ഇറങ്ങി കളിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുന്നു. ഇവിടെ ഈ നെയ്ത് ചില സഖ്യങ്ങളും ഉപസഖ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മുന്നണിയും കുറുമുന്നണിയും എന്ന് പറയുന്നത് പോലെ ഒരു മുന്നണിയായിട്ട് കുറെ രാജ്യങ്ങൾ നിൽക്കുന്നു, അതിനകത്ത് ചില കുറുമുന്നണികൾ. അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, റഷ്യയുടെ ഒരു കൂട്ടുകെട്ടിനെ നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എല്ലാവരുടെയും ഒരു ചോദ്യം ഉരുത്തിരിയുന്നുണ്ട്, എങ്ങനെയായിരിക്കും റഷ്യയുടെ ആയുധങ്ങളൊക്കെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് താലിബാനാണ് ഭരിക്കുന്നത്. അവർക്ക് ഈ റഷ്യ ആയുധം കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ വല്ല വഴിക്കും പോകുമോ എന്നൊക്കെ. പക്ഷെ അതിനും ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. റഷ്യ അതിമാരക ശേഷിയുള്ള ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാന് കൊടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, റഷ്യയുടെ ഈ കാലഹരണപ്പെടാറായിട്ടുള്ള ആയുധങ്ങളുണ്ടല്ലോ, അവർക്ക് ഈ സാധനങ്ങൾ വേസ്റ്റ് ആണ്. മിസൈൽസ് ആയാലും ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് ഡംപ് ചെയ്യാനുള്ള ഒരു ഇടപാട്ടായിരിക്കും ഒരു പക്ഷേ റഷ്യ കാണുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും തന്നാൽ മതി. ചൈന ചെയ്യുന്നതുകൊണ്ട് എന്താ, അവിടുത്തെ പഴയ സാധനങ്ങളെല്ലാം കൂടെ പേറ്റ് അടിച്ചെടുത്തിട്ട് പാകിസ്ഥാന് കൊടുക്കുന്നത് പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ. പക്ഷെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അത്ര സാധനങ്ങൾ മതി അവർക്ക്. അത്യാവശ്യം അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ഇപ്പോഴും അവിടെ പണ്ട് കാലത്ത് റഷ്യ ഉപേക്ഷിച്ചിട്ട് പോയ പിന്നെ ഈ ജീപ്പുകളും മറ്റുള്ള പട്ടാള ട്രക്കുകളും മറ്റും ഇപ്പോഴും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് അവിടെ റഷ്യയുടെ ഒരു അധിനിവേശം ഉണ്ടായിരുന്നല്ലോ, അതിനെ തുരത്താനാണല്ലോ അമേരിക്ക അവിടെ വരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് അവർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ട്രക്കും പിന്നെ മിസൈലുകളൊക്കെ പിന്നെ പീരങ്കികളൊക്കെ ഫിറ്റ് ചെയ്യുന്ന ജീപ്പും ഒക്കെ ഇപ്പോഴും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരുപക്ഷെ ഇത് ചൈനയ്ക്കും ഗുണകരമാകും, ഇറാനും ഗുണകരമാകും. കാരണം ഇറാനോട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അങ്ങനെയെങ്കിൽ ഈ ഒരു കരാർ അഫ്ഗാനിസ്ഥാനും റഷ്യ തമ്മിൽ ഒരു ആയുധ കരാർ ഉണ്ടെങ്കിൽ ഇറാനിലേക്ക് ഈ ആയുധങ്ങൾ എത്തിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം അഫ്ഗാനിസ്ഥാൻ വഴി ഇറാനിലേക്ക് എത്തിക്കാൻ കഴിയും. ചൈനയ്ക്കും വേണമെങ്കിൽ ഈ ഒരു റൂട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇറാനിലേക്ക് ഈ സാധനം എത്തിക്കുന്നതിനുള്ളത്. ഇവിടെ പെട്ടുകിടക്കുന്ന ഒരു സാധനം പാകിസ്ഥാനാണ് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് എവിടെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയില്ല. ഇതിനിടയിൽ ഇന്ത്യയും തയ്യാറെടുക്കുന്നുണ്ട്. കാരണം യുദ്ധമാണ്, നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഒന്നും ഒരു രീതിയിലേക്കും അത് വരില്ല, നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഉള്ള ശത്രുക്കളും ആയിരിക്കില്ല എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് റെയ്ഡ് നടക്കുന്നുണ്ട്. രാജ്യവ്യാപകമായിട്ട് റെയ്ഡ് നടക്കുന്നു. ഒരുപാട് പേരെ പിടികൂടുന്നു. ഇന്നലെ 9 ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. ദാവൂദിന്റെ ഇതുള്ള ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ തപ്പി വരുന്നുണ്ട്. മലപ്പുറത്ത് ഇന്നലെ ഒരു റെയ്ഡ് നടന്നു. അതായത് 5 ജില്ലകളിലാണ് മലപ്പുറത്ത് റെയ്ഡ് നടന്നത്. അതിൽ അവര് 85,000-ഓളം ജലാസ്റ്റിക്കുകളും മറ്റുമൊക്കെയാണ്. വലിയ സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണ് ലോറി കടത്തിയത്. അതിന്റെ അന്വേഷണം വരുന്നു. ഇന്നിപ്പോ NIA പറഞ്ഞിട്ടുണ്ട് സ്ഥിതി ഗുരുതരമാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്ഥിതി ഗുരുതരമാണ്. മലപ്പുറത്ത് നടന്നത് വെറും ഒരു സംഭവമല്ല, അത് വലിയ ഗുരുതരമാണ്. അതിന് രാജ്യവ്യാപക ബന്ധമുണ്ടോ, രാജ്യാന്തര ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു വരുന്നു. ഭീകര മൊഡ്യൂൾസുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു വരുന്നു എന്നാണ് ഇപ്പൊ NIA പറയുന്നത്. അപ്പൊ രാജ്യത്തിനകത്ത് ഓൾറെഡി യുദ്ധം തുടങ്ങി കഴിഞ്ഞു. ഇനി രാജ്യത്തിന് പുറത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് നിലവിൽ നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക യുദ്ധത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ഊർജ്ജ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതും ഒരു യുദ്ധമാണ്. അതിനെ എങ്ങനെ നമ്മൾ അതിജീവിക്കും എന്നുള്ളൊരു വലിയ വിഷയം തന്നെയാണ്. ഇന്ത്യ കണക്ക് വലിയൊരു ജനസംഖ്യയുള്ള രാജ്യം, വലിയൊരു രാജ്യത്ത് എല്ലാ ഗതാഗതങ്ങളും കാര്യങ്ങളും ചരക്കുകളും ഒക്കെ നീങ്ങുന്നത് ഈ ഡീസലിലും പെട്രോളിലും ഒക്കെ തന്നെയാണ് ഏറെക്കുറെ. അതൊക്കെ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടി വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഗസ്സിംഗ് ആണ്, ഒരു ഊഹമാണ്, 1-2 വർഷത്തിനിടയിൽ ഈ ലോകത്തിന്റെ തന്നെ സ്ഥിതികൾ മാറി മറിയും. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡീസൽ പെട്രോൾ വണ്ടികളൊക്കെ എത്രണ്ണം തെരുവിൽ കാണും എന്നുള്ളതിന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇൻഡക്ഷൻ കുക്കറിൽ വരികയാണെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ സോളാർ എനർജിയിലേക്ക് മാറും. വാഹനങ്ങളൊക്കെ ഇപ്പൊ തന്നെ പലരും ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു.
എഥനോൾ വാഹനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പം ആർക്കും പരാതിയില്ല. E20 വന്നപ്പോൾ ഉള്ള പുകിലൊന്നും ഇപ്പൊ കാണുന്നില്ല. ഈ 80 ആയാലും കുഴപ്പമില്ല, ഈ 100 ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ അടിച്ച് നമുക്ക് ഓടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നു. വർക്ക് ഫ്രം ഹോമിലേക്ക് മാറുന്നു. ഇത് മൊത്തത്തിലൊരു വരും. എനിക്ക് തോന്നുന്നു ഒരു 2026 ഇതേപോലെ ഒരു സംഘർഷഭരിതമായി തന്നെ കടന്നു പോകും. 2027 ഇല്ലെങ്കിൽ 2028 ഒക്കെ എല്ലായിടത്തെയും ഒരു സ്ഥിതി മാറാനുള്ള സാധ്യത. കാരണം എല്ലാ രാജ്യങ്ങൾക്കും ബദല് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഇപ്പൊ എനർജി ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കിട്ടുന്നു. എന്താണ്, തനതായ എനർജി കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്, പാരമ്പര്യേതര ഊർജ്ജം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള വഴികളിലേക്ക് പോകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് ഉരുത്തിരിഞ്ഞു വരാം. ഇപ്പൊ തന്നെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പണപ്പെരുപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനവർ പറയുന്ന കാര്യം കാലാവസ്ഥ ഒന്ന്, രണ്ടാമത്തെ ഊർജ്ജ പ്രതിസന്ധി, ഇത് രണ്ടും നമുക്ക് പണപ്പെരുപ്പം ഉണ്ടാകും. കാരണം എങ്ങനെയാണ് പണപ്പെരുപ്പം ഉണ്ടാകുന്നത്? ഒരു വസ്തുവിനെ കൂടുതൽ പണം പിന്തുടരുന്നതിനാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പം പെട്രോളിന് ഇപ്പൊ വില കൂടിക്കഴിഞ്ഞാൽ പണം നമ്മൾ ഈ പെട്രോളിനോ ഡീസലിനോ വില കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ആനുപാതികമായി തന്നെ സാധന സാമഗ്രികൾക്ക് വില കൂടുമല്ലോ. നിത്യോപയോഗ സാധനങ്ങൾക്ക് അടക്കം വില കൂടും. കാരണം ഈ ചരക്ക് കൊണ്ടിരുന്ന ട്രക്കുകൾക്കും മറ്റും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടും. ഇതെല്ലാം ഇതിനെ ബാധിക്കും, മൊത്തത്തിൽ ഇതിനെ ബാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറച്ചൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യൂ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്നലെ ഈ വേൾഡിലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് പറഞ്ഞത് കോവിഡിന് സമാനമായ ഒരു രീതിയിലേക്കാണ് ലോകം പോകുന്നത് എന്ന് പറഞ്ഞത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതുന്നത്. കാരണം മാസ്ക് ഇല്ലെന്നേ ഉള്ളൂ, നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും, നമ്മൾ ആരും തടയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മുണ്ട് മുറുക്കി ഉടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.